വാർത്തകളിലേക്ക് വരുമ്പോൾ എറണാകുളം കോതമംഗലത്ത് 23-കാരിയുടെ മരണത്തിൽ യുവാവിനും വീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. പറവൂർ സ്വദേശി റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നാണ് ആരോപണം. കോതമംഗലം സ്വദേശിനി സോന എൽദോസ് ആണ് ശനിയാഴ്ച ആത്മഹത്യ ചെയ്തത്. വീട്ടിൽ കൊണ്ടുപോയി സോനയെ മർദ്ദിച്ചുവെന്നും പെൺകുട്ടിയുടെ സഹോദരൻ ന്യൂസ് 18നോട് പറഞ്ഞു. മതം മാറ്റത്തിന് സമ്മതിച്ച തന്നോട് ക്രൂരത തുടർന്നെന്നും പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലും വ്യക്തമാക്കുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് ന്യൂസ് 18 ലഭിച്ചു. വിവരങ്ങളുമായി നവമി ചേരുന്നുണ്ട്. നവമി, അതിക്രൂരമായ തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതിക്രൂരമായി പെൺകുട്ടിയെ മർദ്ദിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ സോന എൽദോയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഈ കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പടക്കം കുടുംബത്തിന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ആത്മഹത്യാക്കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന്. ഈ കുട്ടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റമീസ് എന്ന യുവാവുമായി പ്രണയത്തിലായിരുന്നു. ഇത് ഇരു കുടുംബങ്ങൾക്കും അറിയാം. ഇവർ കല്യാണത്തിനും സമ്മതിക്കുന്ന സാഹചര്യമായിരുന്നു. റമീസ് ഈ കുട്ടിയുടെ മതം മാറാൻ ആവശ്യപ്പെട്ടു. കുട്ടിയും കുടുംബവും അതിന് സമ്മതമാണെന്ന് അറിയിക്കുകയും ചെയ്തു. അതിനിടയിൽ 2 മാസം മുൻപാണ് ഈ സോനയുടെ പിതാവ് മരിക്കുന്നത്. അതിനുശേഷം ഈ കുടുംബം പറഞ്ഞു പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന്. അപ്പോൾ സോനയുടെ കുടുംബം പറഞ്ഞു പിതാവ് മരിച്ചിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ, 1 വർഷമെങ്കിലും എടുക്കും, അതിനുശേഷം ഉടനെ തന്നെ കല്യാണം കഴിപ്പിക്കാമെന്ന ഉറപ്പുകൂടി റമീസിന്റെ കുടുംബത്തിന് നൽകുകയും ചെയ്തു. അതിനിടയിൽ റമീസിനെ അനാശാസ്യത്തിന് പിടികൂടുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ടും സോന റമീസിനോട് പറഞ്ഞു തനിക്ക് ഇപ്പോഴും റമീസിന്റെ വിവാഹം കഴിക്കാൻ താല്പര്യമാണ്, പക്ഷേ ഇനി തനിക്ക് മതം മാറാൻ കഴിയില്ല, രജിസ്റ്റർ മാരേജ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരിടത്ത് പോയി ജീവിക്കാം എന്ന് സോന റമീസിനോട് പറയുന്ന സാഹചര്യമുണ്ടായി. അത് സമ്മതിച്ചിട്ട് റമീസിന്റെ വീട്ടിലേക്ക് സോനയെ വിളിച്ചു വരുത്തി. ആ സമയത്ത് റമീസിന്റെ മാതാപിതാക്കളും അവിടെ ഉണ്ടായിരുന്നു. മുറിയിലേക്ക് കൊണ്ടുപോയ സോനയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ഉടനെ തന്നെ പൊന്നാനിയിലേക്ക് പോയി 2 മാസത്തിനുള്ളിൽ മതം മാറിയ ശേഷം 2 മാസം അവിടുത്തെ മതപഠനത്തിന് ശേഷം മാത്രം വിവാഹം കഴിക്കാം, അതുവരെ നീ നിന്റെ വീട്ടിലേക്ക് പോകണ്ട എന്ന് റമീസ് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതിനെ എതിർക്കുകയും സോന ഇതിനെ എതിർത്തു. സാധിക്കില്ല, തനിക്ക് തൻ്റെ വീട്ടിൽ പോകണം. തന്നെ ഈ റമീസിനെ ഒരു അനാശാസ്യത്തിന് പിടികൂടി, അതുപോലും താൻ സഹിച്ചു, അത് ക്ഷമിക്കാനും തയ്യാറായി. ഇനിയും തന്നോട് മതം മാറാൻ ആവശ്യപ്പെടരുത് എന്നുകൂടി പെൺകുട്ടി ആവർത്തിച്ച് പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് തന്നെ റമീസ് ഈ സോനയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. കുട്ടി മതം മാറില്ല എന്ന് പറഞ്ഞ് അവസാനം അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും തൻ്റെ ഒരു പെൺ സുഹൃത്തിനോട് ഇക്കാര്യങ്ങളെല്ലാം സോന പറയുകയും ചെയ്തു. വളരെ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സോനയുടെ സുഹൃത്ത് പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. വീട്ടിലെത്തിയ സോന വളരെ മാനസികമായിട്ടുള്ള വിഷമതകളിലൊക്കെ ആയിരുന്നു. ഈ TTCക്ക് പഠിക്കുകയാണ്, സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. സോന പതിവ് പോലെ സ്കൂളിലൊക്കെ പോയി തിരിച്ചു വന്ന സമയത്തും വളരെ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു. ഇതിനുശേഷമാണ് കഴിഞ്ഞ ശനിയാഴ്ച ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെക്കുകയും പിന്നീട് റമീസിന്റെ മാതാവിനെ വിളിച്ച് താൻ ആത്മഹത്യ ചെയ്യുകയാണ്, അതിന് ഉത്തരവാദി നിങ്ങളാണെന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. ഉടനെ തന്നെ റമീസിന്റെ കുടുംബവും പെൺകുട്ടിയും അടക്കം മതം മാറാമെന്ന് സമ്മതിക്കുന്നു. അതിനുശേഷം വീണ്ടും റമീസിന്റെ ഭാഗത്തു നിന്ന് മർദ്ദനമുണ്ടാകുന്നു, നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്നു. ഇതിലെല്ലാം ഒരു നിർബന്ധിതമായ മതപരിവർത്തനം എന്നൊരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മൾ സംശയിക്കുന്നത്. കാരണം ആദ്യം കുട്ടി മതം മാറാമെന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പിന്നീട് ഈ റമീസിന്റെ ചില വഴിവിട്ട ബന്ധങ്ങൾ അതുപോലും ഈ പെൺകുട്ടി സഹിക്കാൻ തയ്യാറായി. അപ്പോഴാണ് അവൾ പറഞ്ഞത് ഇനി തനിക്ക് മതം മാറാൻ താല്പര്യമില്ല. കാരണം ഇത്രയും ഒക്കെ ചെയ്തിട്ടും റമീസിന് തന്നോട് സ്നേഹമില്ല എന്ന് പെൺകുട്ടിക്ക് തോന്നി തുടങ്ങി. പിന്നീടുള്ള അവർക്കിടയിലെ സംഭാഷണങ്ങളിലെല്ലാം തന്നെ റമീസിന് ഈ കുട്ടി ഒരു ബാധ്യതയാകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഈ സോനയോട് ഇഷ്ടമില്ലാത്ത രീതിയിലായിരുന്നു പിന്നീട് റമീസിന്റെ പെരുമാറ്റം. പിന്നീട് റമീസ് മുന്നോട്ട് വയ്ക്കുന്ന ഏക ആവശ്യം ഈ കുട്ടി മതം മാറണം എന്ന് തന്നെയാണ്. ഈ വീട്ടിലേക്ക് പോകരുത്, ഇതിനെ ഉടനെ തന്നെ പൊന്നാനിയിലേക്ക് കൊണ്ടുപോകും. 2 മാസം അവിടുത്തെ മതപഠനത്തിന് ശേഷം ഈ പെൺകുട്ടി സോന മതം മാറിയതിനു ശേഷം മാത്രം വിവാഹം കഴിക്കാം എന്ന നിർബന്ധത്തിൽ തന്നെയായിരുന്നു റമീസും കുടുംബവും ഉണ്ടായിരുന്നതെന്ന് ഈ പെൺകുട്ടിയുടെ സഹോദരൻ ന്യൂസ് 18നോട് പറയുന്ന സാഹചര്യമുണ്ടായി. അത് ന്യൂസ് 18
നമുക്ക് ആ നവമി ബൈറ്റ് തുടരുക. ഉടനെ തന്നെ ഇപ്പോൾ കേൾപ്പിക്കാൻ പെൺകുട്ടിയുടെ സഹോദരൻ നവമിയുമായി സംസാരിച്ച പ്രതികരണത്തിന്റെ ഓഡിയോ സന്ദേശം നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എന്തായിരുന്നു സിസ്റ്ററിന് സംഭവിച്ചത്? സിസ്റ്ററിന് സംഭവിച്ചത് ഞാൻ ഒരു ഷോർട്ടായിട്ട് പറയാം, ആ. ലെങ്ത് അല്ലേ. ആ. അവളും ഈ റമീസ് എന്ന് പറഞ്ഞവനും തമ്മിൽ കോളേജിലുള്ള ബന്ധമായിരുന്നു, ഇഷ്ടത്തിലായിരുന്നു പരസ്പരം. ആ. അത് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ കല്യാണാചരണയായിട്ട് അവന്റെ വാപ്പയും ഉമ്മയും വന്നു. എന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞു അവളോട് മതം മാറണം, മതം മാറിയാലാണ് കല്യാണം കഴിക്കുള്ളൂ, ഇവരെ ഇല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. ഉം. അപ്പൊ അവള് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ മാറിക്കോളാന്ന് പറഞ്ഞു. അവള് മറ്റേ പൊന്നാനി പോയിട്ട് 2 മാസം എന്റെ കോഴ്സ് ഉണ്ടെന്നൊക്കെ അവര് പറഞ്ഞു. ഉം. അപ്പൊ ഇങ്ങനെ മാറിക്കോളാന്ന് പറഞ്ഞ ഇതൊക്കെ പറയുമ്പോ അപ്പം മരിച്ചിട്ട് 40 കഴിഞ്ഞുള്ളായിരുന്നു. അപ്പൊ 1 വർഷം കഴിയണല്ലോ ഈ നമ്മുടെ ഇതൊക്കെ ഉം. ഒരു കല്യാണം നടത്താൻ. ഉം. അപ്പൊ ആ 1 വർഷത്തെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് അതൊരു ഇതായില്ല. അത് കഴിഞ്ഞിട്ട് അവര് ഓക്കെ എന്നാലും 1 വർഷം കഴിഞ്ഞ് നടത്താന്നും പറഞ്ഞ് അവര് പോയി. മതം മാറാനൊക്കെ റെഡി ആയിരുന്നു. ഉം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ ഒരു 1.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇവനെ മറ്റേ ഇമ്മോറൽ ട്രാഫിക്കിന് മറ്റേ ലോഡ്ജിന്ന് പിടിച്ചു ഇവനെ. ഉം. അങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോ ഇവള് ഇവന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ്, പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്നോട് ഒരു തെറ്റ് ചെയ്തു. ഉം. അപ്പൊ നീ എന്നോട് മതം മാറാൻ പറഞ്ഞത് പറയാതെ നമുക്ക് രണ്ടുപേർക്ക് രജിസ്റ്റർ മാരേജ് ചെയ്ത് എവിടെയെങ്കിലും പോയി ജീവിക്കാന്ന് പറഞ്ഞു. ഉം. അത് കഴിഞ്ഞിട്ട് ഇവള് എന്റെ അടുത്ത് കൂട്ടുകാരിയുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവൻ അവിടെ വന്നു, കൂട്ടുകാരിയുടെ അടുത്ത് നിന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവൻ പറഞ്ഞു തിങ്കളാഴ്ച ആലുവ രജിസ്ട്രാർ ഓഫീസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാന്നും പറഞ്ഞു ഇവൻ ഞായറാഴ്ച വൈകിട്ട് കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് എന്റെ പെങ്ങളെ വിളിച്ചുകൊണ്ട് പോയി. ചെന്ന് കഴിഞ്ഞിട്ട് ഇവന്റെ വീട്ടിൽ കുടുംബക്കാര്, ഇവന്റെ കൂട്ടുകാരന്മാര് എല്ലാരും ഉണ്ടായിരുന്നു. ഇവര് എന്റെ മറ്റേ റൂമിൽ പൂട്ടിയിട്ട് ഇവളെ ക്രൂരായി മർദ്ദിച്ചു. അത് കഴിഞ്ഞിട്ട് മാനസികമായിട്ടും പീഡിപ്പിച്ചു. അപ്പൊ മൊത്തം പ്രഷറിൽ നിന്ന് ഇവള് എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല, വീട്ടിലൊന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. മൊത്തം അവൾ അകത്തൊതുക്കി. അത് കഴിഞ്ഞിട്ട് ഇവനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഇവരവിടെ പ്രഷർ കൊടുത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാനിക്ക് പോകാൻ വണ്ടി റെഡി ആക്കിക്കോ, നീ വണ്ടി കയറിയാൽ മതി, 2 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നിന്റെ വീട്ടുകാരുടെ അടുത്ത് ഞങ്ങൾ പറയും, അല്ലാതെ നിന്നെ ഈ റൂമിൽ നിന്ന് തുറന്നു വിടില്ല എന്നും പറഞ്ഞാണ് അടിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവള് പറ്റില്ല, മതം മാറാൻ പറ്റില്ല, ഇവന് എന്നോട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, ഞാൻ എന്തിനു മാറണേ എന്നെ വീട്ടിലാക്കാൻ പറഞ്ഞ് ലാസ്റ്റ് ഇവരൊരു 2 മണിയൊക്കെ ആയിട്ട് വീട്ടിൽ വന്നു. അപ്പൊ ഇവള് ഇതൊന്നും വീട്ടിൽ വന്നിട്ടും പറയല്ല, കൂട്ടുകാരുടെ അടുത്തൊന്നും വന്നു എന്നല്ലേ പറയണേ. അത് കഴിഞ്ഞിട്ട് ഇവള് സ്കൂളിലൊക്കെ പോയി, ഇവള് മറ്റേ TTC പഠിച്ചുകൊണ്ടിരിക്കുക. അതും പോയി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവര് തമ്മിലുള്ള മെസ്സേജ് ഇപ്പൊ ഈ മരിച്ചതിന് ശേഷമാണ് ഞാൻ കാണുന്നത് വാട്സ്ആപ്പ് ഫോണില്. ഇവന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തൊക്കെയോ ഇത് പറഞ്ഞിട്ട് ഇവൻ മരിക്കാൻ പോവാന്നോ ഇവള് പറയുമ്പോ ഇവൻ പറഞ്ഞു മരിച്ചോ നീ മരിക്കുന്നും പറഞ്ഞു. അവര് മതം മാറാൻ വേണ്ടിയിട്ടാണ് നിർബന്ധിച്ചു എന്നും പറഞ്ഞ് അവള്